ഇസ്രായേലിന്റെ നേർക്ക് ഇന്നലെയും ഹൂത്തികളുടെ ആക്രമണം ഉണ്ടായി. എന്തായിരിക്കും ഇനി അങ്ങോട്ട് സംഭവിക്കുക? ഇസ്രായേൽ തിരിച്ചടിക്കാതിരിക്കില്ലല്ലോ സ്വാഭാവികമായും. തീർച്ചയായും പിന്നെ തിരിച്ചടിക്കും. ഉം. ഇസ്രയേലിന് നേരെ ഉണ്ടായ ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അഭിമാനത്തിനേറ്റ ഒരു അടി കൂടെയായിരുന്നു ഇന്നലെ ഉണ്ടായ ആക്രമണം. അത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രധാനപ്പെട്ട വിമാനത്താവളത്തിലേക്കാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ പ്രശ്നം. ഹൂതികൾ സാധാരണഗതിയിൽ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്താറുണ്ട്. ഇസ്രായേൽ തിരിച്ച് പ്രതിരോധിക്കാറുണ്ട്. അവരുടെ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. അയൺ ഡോം പോലെയുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത്തരം വരുന്ന മിസൈലുകളെ ആകാശത്ത് വെച്ച് തന്നെ തകർത്ത് കളയുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ സ്വാഭാവിക രീതി. അങ്ങനെ തന്നെയാണ് ഇവർ എല്ലാ കാലത്തും ചെയ്യാറുള്ളത്. അങ്ങനെ പ്രതിരോധിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്ന രീതി. പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആക്രമണം ഉണ്ടായത് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഇതിന് നേരെയാണ്, വിമാനത്താവളത്തിന് നേരെയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. സാധാരണഗതിയിൽ ഇസ്രയേലിൻ്റെ വിമാനത്താവളത്തിനൊക്കെ ടാർഗറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇസ്രയേൽ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി അറിയും. പക്ഷേ ഇത് ഒരു ബാലിസ്റ്റിക് മിസൈൽ അയച്ച് ഇസ്രയേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇവർ ആക്രമണം നടത്തി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ബെൻ ഗുരിയോൺ എന്ന് പറയുന്ന അവരുടെ ഇസ്രയേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര തലത്തിലുള്ള വിമാനങ്ങൾ വരെ പറന്നു പോകുന്ന ഒരു വിമാനത്താവളത്തിലാണ് ആക്രമണം ഉണ്ടായത്. ഭാഗ്യത്തിന് ഇതിൻ്റെ ടെർമിനലിലേക്ക് ഇല്ലെങ്കിൽ ടെർമിനലിൻ്റെ ഭാഗത്തേക്ക് വീണില്ല. പകരം ഈ മിസൈൽ പതിക്കുന്നത് ടെർമിനലിൻ്റെ മുൻവശത്താണ്. അവരുടെ വലിയ വിശാലമായ പാർക്കിംഗ് ഏരിയയുണ്ട്. മൂന്നാമത്തെ ടെർമിനലിൻ്റെ വലിയ പാർക്കിംഗ് ഏരിയയുണ്ട്. ആ പാർക്കിംഗ് ഏരിയയിൽ ഇത് പതിച്ചു. ഏതാണ്ട് 10-20 അടിയോളം താഴ്ചയും അത്രയും വ്യാസവുമുള്ള ഒരു വലിയ കുഴി അവിടെ രൂപപ്പെട്ടു, ഒരു ഗർത്തം രൂപപ്പെട്ടു. കാരണം ഈ മിസൈൽ അത്രയും ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. എന്തുകൊണ്ടോ ഇത് റൺവേയിലോ ഇല്ലെങ്കിൽ മറ്റ് വിമാനങ്ങൾ ആകാശമാർഗം വരുമ്പോഴോ ആയിരുന്നില്ല എന്നുള്ളത് വലിയ ഭാഗ്യമാണ് ഉണ്ടായത്. ഇന്ത്യൻ എയർലൈൻസിൻ്റെ ഒരു വിമാനം 1 മണിക്കൂറിന് ശേഷം അവിടെ ലാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാകുന്ന കാര്യമാണ്. കാരണം ഒരു വിമാനത്തിലെങ്ങാനും ഇത് വന്ന് ഇടിച്ചിരുന്നെങ്കിൽ, ഇന്ത്യയുടെ ബോയിങ് വിമാനമാണ് പോയത്, 350-400 യാത്രക്കാർ, 400-നോടടുത്ത് യാത്രക്കാരൊക്കെ യാത്ര ചെയ്യുന്ന ഒരു വിമാനമാണ് അത്. അങ്ങനെയുള്ള ഒരു വിമാനത്തിലെങ്ങാനും ഇത് പതിച്ചിരുന്നെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടായേനെ. അത് എന്തോ ഭാഗ്യത്തിനുണ്ടായില്ല. മറ്റു വിമാനങ്ങളും അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ബെൻ ഗുരിയോൺ എന്ന് പറയുന്നവരുടെ രാഷ്ട്രപിതാവിൻ്റെ പേരിലുള്ള പ്രധാനമന്ത്രിയുടെ പേരിലുള്ള ഒരു വിമാനത്താവളമാണ്. അപ്പോൾ അവർക്ക് വലിയ പ്രസ്റ്റീജിനെ ബാധിക്കും. കാരണം ഇന്ത്യയൊക്കെ ഇപ്പോൾ 2 ദിവസത്തേക്ക് വിമാന സർവീസ് റദ്ദാക്കിയിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളോ അതുപോലെ തന്നെ മറ്റ് പല രാജ്യങ്ങളും അവിടേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും അത് അവർക്ക് വലിയ അപമാനം ഉണ്ടാക്കുന്ന കാര്യമാണ്, അപമാനക്ഷതം ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് ഇസ്രായേൽ ഇതിന് തക്കതായ തിരിച്ചടി കൊടുക്കാനുള്ള എല്ലാ നീക്കങ്ങളും കാണുന്നുണ്ട്. സാധാരണഗതിയിൽ ഇസ്രായേലിനെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ അവർ ശക്തമായ രീതിയിലാണ് തിരിച്ചടിക്കുക, നമുക്കറിയാമല്ലോ അത്. അപ്പോൾ ഈ ഹൂതികൾക്ക് പിന്നിൽ ഇറാനാണ് എന്നുള്ളതിൽ സംശയമില്ല. കാരണം ഹൂതികളുടെ കയ്യിൽ വേറെ മിസൈലുകളൊന്നും വരാനുള്ള, ബാലിസ്റ്റിക് മിസൈലൊന്നും അവർക്ക് നിർമ്മിക്കാനുള്ള ശേഷിയില്ല. യമനിലെ വിമതരാണ്. അപ്പോൾ ഇതിപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ കൊടുത്ത ഒരു മിസൈലായിരിക്കും, ബാലിസ്റ്റിക് മിസൈലായിരിക്കും സ്വാഭാവികമായിട്ടും അവരെടുത്ത് അടിച്ചിരിക്കുക. സ്വാഭാവികമായിട്ടും നമുക്ക് അത് ഇസ്രായേലിൽ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും ഇത് എവിടെ നിന്നുള്ള മിസൈലാണ് ഇവിടേക്ക് വന്നത് എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് അറിയാൻ കഴിയും. അപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു അതേ രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇരട്ടിക്കിരട്ടിയായിട്ട് തിരിച്ചടിക്കുമെന്നുള്ളതാണ്. ഒറ്റ തവണയല്ല, ഒരു രീതിക്കല്ല, അതിൻ്റെ പല മടങ്ങ് തിരിച്ചടി കൊടുക്കുമെന്നുള്ളതാണ് നെതന്യാഹു തന്നെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ആക്രമണത്തിൽ നിൽക്കില്ല, ഇല്ലെങ്കിൽ ഒരു ബാലിസ്റ്റിക് മിസൈലിൽ നിൽക്കില്ല. നിരവധിയായിട്ടുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ ഇറാന് നേരെ നടത്താനുള്ള സാധ്യതയുണ്ട്, ഇല്ലെങ്കിൽ ഹൂതികൾക്ക് നേരെ. അപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതറിയാൻ പറ്റും അതിൻ്റെ റിസൾട്ട്. മിക്കവാറും യമനിലേക്കാണ് അടിക്കുന്നതെങ്കിൽ യമനിലുള്ള ഹൂതികളുടെ കാര്യം മൊത്തം കട്ടപ്പകയാവുന്ന രീതിയിൽ അടിച്ച് തകർത്ത് കളയാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം അമേരിക്ക ഈ പ്രശ്നത്തിൽ ഇടപെട്ട് നിൽക്കുകയാണ്. അമേരിക്ക ഓൾറെഡി ഇറാനുമായിട്ടൊരു ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. അവർ ആദ്യം നിരസിച്ചെങ്കിലും പിന്നീട് ഉദ്യോഗസ്ഥരെ അയച്ചിട്ടുണ്ട് ഇറാൻ. അങ്ങനെയൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കയും ഒരു പക്ഷേ ഈ കളത്തിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അമേരിക്ക കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറാൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ ഒരു ഫുൾ ഫ്ലഡ്ജ് വാറിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ഇറാനെ അടിക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ലക്ഷ്യമാണ്. ഇസ്രായേലിന് അത് അടിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഇവരെ മൊത്തം ഈ പറയുന്ന ഹമാസിനെ, ഹൂതികളെ അടക്കം സകല തീവ്രവാദികളെ തീറ്റിപ്പോറ്റുന്നതിൽ ഇറാന് കൃത്യമായ പങ്കുണ്ട്. അങ്ങനെ വരുമ്പോൾ അവരെ ഉപയോഗിച്ച് ഇസ്രായേൽ നേരെ നടത്തുന്ന ആക്രമണം, അത് നമുക്കറിയാം മുൻഘട്ടത്തേക്കാൾ, അതായത് ഈജിപ്റ്റ് ഇസ്രായേലിൻ്റെ ശത്രുവായിരുന്നു, അതൊക്കെ മാറി പലസ്തീനായിരുന്നു പ്രശ്നം. പലസ്തീനിലൊക്കെ ഏതാണ്ട് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ പിടിയിൽ ഒതുങ്ങിക്കൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. പക്ഷേ
ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അടുത്തൊരു വലിയ പ്രഥമ ശത്രുവായി വലിയ കരുത്തോടുകൂടി ഇറാൻ വരുന്നു ഇസ്രായേലിന് നേർക്ക് എന്നുള്ളത് വലിയ ആശങ്കയുള്ളതാണ്. ഒരു ഭ്രാന്തൻ രാഷ്ട്രമാണ് ഇറാൻ. ഈ ഇറാനും ഉത്തര കൊറിയയും എപ്പോഴും ഒരേ സ്വഭാവമുള്ള രാജ്യങ്ങളാണെന്ന് പറയും. അവർ ഇപ്പോൾ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നു വലിയ തോതിൽ. അവർ അണുവായുധം ഉണ്ടാക്കുന്നതിൻ്റെ തൊട്ടടുത്താണ് എന്ന് തന്നെ ഈ പറയുന്ന CIA അടക്കമുള്ള ആൾക്കാർ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവരുടെ ആളുകൾ പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്തായാലും ഇറാൻ ഒരു വലിയ അണുവായുധ ശക്തിയൊക്കെ ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് ആ മേഖലയിൽ കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കും, വലിയ രീതിയിലുള്ള സങ്കീർണതകൾ ഉണ്ടാക്കും. ആ സങ്കീർണതകൾ മാരകമായി തന്നെ അവിടെ ആ പ്രദേശത്തെ ബാധിക്കാം. അങ്ങനെ വരുമ്പോൾ ഒരു നീണ്ട യുദ്ധത്തിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഹൂതികൾ അയക്കുന്ന ഓരോ മിസൈലും ഇറാൻ അയക്കുന്നതായിട്ട് കണക്കാക്കുമെന്നാണ് ഇസ്രായേൽ പറഞ്ഞത്. അത് നേരിട്ടുള്ള ഒരു പ്രസ്താവന. അതിന് പിന്നിൽ ഒരു കാര്യവും കൂടുണ്ട്. അതായത് ഈ ഹൂതികൾ ആക്രമിച്ചാലും ഇറാനെ അടിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇറാൻ പറയുകയാണ് ഞങ്ങൾക്ക് ബന്ധമില്ല, ഹൂതികൾ അയച്ചതെന്ന് നമുക്കറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അങ്ങനെ ഒഴിഞ്ഞു മാറാനുള്ള ഒരു ചാൻസിനെയാണ് ഇസ്രായേൽ ഇവിടെ ഇല്ലാതാക്കിയത്. അങ്ങനെ ഇല്ലാതാക്കി കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇറാന് മേൽ വലിയ സമ്മർദ്ദം വരും. സ്വാഭാവികമായി അടുത്തൊരു ആക്രമണം നടത്തുന്നതിന് ഇസ്രായേലിന് ന്യായവാദവുമാണ്. ഞങ്ങളെ അടിച്ചിട്ടല്ലേ ഞങ്ങൾ തിരിച്ചടിച്ചതെന്ന് പറയാം. കാരണം ഇസ്രായേലിന് അത് അഭിമാനക്ഷത ഉണ്ടാക്കി എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഗാസയിൽ നിലനിൽക്കുന്ന പ്രശ്നം, ഗാസയിലെ ഇപ്പോഴും ബന്ദികളെ മോചിപ്പിച്ചിട്ടില്ല, കൃത്യമായ സമയം കൊടുത്തു. ഹമാസ് മോചിപ്പിച്ചതിൻ്റെ ഇരട്ടിക്ക് ആ സംഖ്യയിൽ ഇസ്രായേൽ അവിടുത്തെ തടവുകാരെ മോചിപ്പിച്ചിരുന്നു ഇവരാവശ്യപ്പെട്ടത് പ്രകാരം. പക്ഷേ എന്നിട്ടും ഈ പറയുന്ന ഇറാൻ ഈ പാലസ്തീനിലെ ഹമാസുകൾ ഇതുവരെ ഈ ബന്ദികളെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തില്ല. അങ്ങനെ നിൽക്കുകയാണ്. അവിടെ വീണ്ടും യുദ്ധം നടക്കുന്നു. ഇസ്രായേൽ കനത്ത ആക്രമണം തന്നെ ഗാസയിൽ നടത്തുന്നുണ്ട്. ഒരു ഹമാസ് നേതാവിനെയും വകവരുത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഹമാസിൻ്റെ നിരവധി ഈ പറയുന്ന ഭീകരരെ ഇസ്രായേൽ വധിച്ചു. അതായത് കഴിഞ്ഞ ഒരു 6 ദിവസമായിട്ടുണ്ടായ ലിസ്റ്റ്, ഈ പറയുന്ന ആക്രമണത്തിൻ്റെ ലിസ്റ്റ് എടുത്താൽ തന്നെ നമുക്കറിയാൻ കഴിയും ഇസ്രായേൽ എത്രത്തോളം ആക്രമണം അവിടെ നടത്തിയിട്ടുണ്ട്. എന്തായാലും ഹമാസിന് കിട്ടുന്ന അടി പോലെ ആയിരിക്കില്ല ഹൂതികൾക്ക് ഈ ഇസ്രായേൽ കൊടുക്കാനിരിക്കുന്ന അടി. അത് ഇറാനും കൂടെ ചേർത്ത് കിട്ടും എന്നുള്ളതാണ് സംശയമില്ലാത്ത കാര്യം. അതൊരു വലിയ തിരിച്ചടി തന്നെ ഉണ്ട്. ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ അതിൻ്റെ ഫലവും അറിയാൻ കഴിയും.